കപ്പൽ അനുബന്ധ മേഖലയിലടക്കം ഇന്ത്യയുമായി കൂടുതൽ നിക്ഷേപ സാധ്യതകൾ ഉയർന്നുവരികയാണെന്ന് നെതർലാൻഡ് അംബാസിഡർ മരീഷ ജെറാട്സ്. കൊച്ചിയിൽ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മണ്ഡലം സംഘടിപ്പിച്ച ചർച്ചയിലാണ് അംബാസിഡറുടെ പരാമർശം. കേരളം പോലുള്ള കടൽ തീരം കൂടുതലുള്ള പ്രദേശങ്ങൾ നിക്ഷേപകർക്ക് ഏറെ അനുയോജ്യമാണെന്നും മരീഷ ജെറാട്സ്. കപ്പൽ അനുബന്ധ മേഖലയിലടക്കം ഇന്ത്യയുമായി കൂടുതൽ നിക്ഷേപ സാധ്യതകളും പരസ്പര സഹകരണത്തിനുള്ള അവസരങ്ങളും വർദ്ധിച്ചു വരികയാണെന്ന് നെതർലാൻഡ്സ് അംബാസിഡർ മരീഷ ജെറാട്സ് പറഞ്ഞു. കാർഷികം, സാങ്കേതിക പരിജ്ഞാനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങി വിവിധ മേഖലകളിൽ ഡച്ച് വ്യാപാര വ്യവസായ മേഖലയുമായി ഇന്ത്യക്ക് കൈകോർക്കാനാകുമെന്നും അംബാസിഡർ വ്യക്തമാക്കി. കടൽ തീരം കൂടുതലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പരസ്പര നിക്ഷേപങ്ങൾക്ക് ഏറെ അനുയോജ്യമായ പ്രദേശങ്ങളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ ഡച്ച് പ്രതിനിധിയായ മരീഷ ജെറാട്സ് കൊച്ചിയിൽ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മണ്ഡലത്തിൽ വാണിജ്യ വ്യവസായ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ബാംഗ്ലൂരിലെ നെതർലാൻഡ്സ് കോൺസുലേറ്റ് ജനറൽ ഇവോട്ട് ദ മീറ്റ് യോഗത്തിൽ സന്നിഹിതനായിരുന്നു. ചേംബർ ഹാളിൽ നടന്ന ചർച്ചയ്ക്ക് ചേംബർ പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ചിരാഗ് ജെ ഷാ സംസാരിച്ചു. ഇന്ത്യൻ വാണിജ്യ വ്യവസായ മണ്ഡലത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നെതർലാൻഡ്സ് അംബാസിഡർ മരീഷ ജെറാട്സ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതല്ലേ സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളൂർത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം സി യു ഓൾ ദേർ.